പല കുട്ടികളും പല രക്ഷിതാക്കളും പറയുന്ന ഒരു പരാതിയാണ്, എൻ്റെ മകന് ഖുർആൻ ഓതിയിട്ട് മനസ്സിലാവുന്നില്ല, അവൻ്റെ മണ്ടയിൽ നിൽക്കുന്നില്ല, മറന്നു പോവുകയാണ്. കുട്ടികളും പറയാറുണ്ട്, ഉസ്താദെ ഞാൻ ഒരുപാട് തവണ ഓതി മറന്നു പോകുന്നു, എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന രക്ഷിതാക്കളുമുണ്ട്, കുട്ടികളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കഥ പറയാം. ഒരു പ്രായം ചെന്ന ഉപ്പാപ്പയും അദ്ദേഹത്തിൻ്റെ ചെറുമകനും. ഈ ഉപ്പാപ്പ എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ ഖുർആൻ പാരായണം ചെയ്യും. എന്നിട്ടാണ് അദ്ദേഹം തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിങ്ങനെ ഈ ചെറുമകൻ എല്ലാ ദിവസവും ഉപ്പാപ്പ 1 മണിക്കൂർ ഖുർആൻ ഓതിയതിനു ശേഷമാണല്ലോ തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഉപ്പാപ്പ വളരെ ഹാപ്പിയാണ് ഈ കാര്യത്തിലെന്ന് ചെറുമകൻ കണ്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ ചെറുമകനും തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്, എല്ലാ ദിവസവും ഞാനും ഇതുപോലെ 1 മണിക്കൂർ ഖുർആൻ ഓതും, എന്നിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ ഉപ്പാപ്പയെ പോലെ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓതാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം കുറഞ്ഞ സമയം ഓതിയപ്പോഴേക്കും ഉറക്ക് വന്നു, അലസത വന്നു, മടി വന്നു, എടുത്തു വെച്ചു. 2ാമത്തെ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. 3ാമത്തെ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെ ആയപ്പോൾ ഈ ചെറുമകൻ ഉപ്പാപ്പയുടെ അടുത്ത് ചെന്നുകൊണ്ട് പരാതി പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പാപ്പ, ഞാന് നിങ്ങളെപ്പോലെ ഖുർആൻ ഓതിയിട്ട് എനിക്ക് എൻ്റെ മറ്റു ജോലികളിലേക്ക്, പഠനങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ തയ്യാറായി. പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. ആ ഖുർആനിലുള്ള പറഞ്ഞ വിഷയങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പ്രിയപ്പെട്ട ഉപ്പാപ്പയോട് കൊച്ചുമകൻ പറയുമ്പോൾ, ആ പ്രിയപ്പെട്ട ഉപ്പാപ്പ കൽക്കരി ഉണ്ടാക്കുന്ന ജോലിക്കാരനാണ്. കൊട്ടയിൽ ഇങ്ങനെ കൽക്കരി വാരിയിട്ട് കൽക്കരി ഇങ്ങനെ കൊട്ടയിൽ വാരി കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൽക്കരി വാരിയിരുന്ന കൊട്ടയെടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുമകന് കൊടുത്തിട്ട് പറഞ്ഞു, തൊട്ടടുത്തൊരു പുഴയുണ്ട്, ആ പുഴയിൽ നിന്ന് നീ ഈ കുട്ടയിൽ വെള്ളം കോരിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. മുള കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ആ കൊട്ടയിൽ വെള്ളം കോരിയെടുത്താൽ കിട്ടില്ല എന്ന് ആർക്കും അറിയാം. ആ കൊച്ചുമകൻ ഇത് കേട്ടുകൊണ്ട് പുഴയിലേക്ക് ഓടുകയാണ്. ഓടിയിട്ട് കുട്ടയിൽ വെള്ളം പുഴയിൽ നിന്ന് മുക്കിയെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാപ്പയുടെ അരികിലേക്ക് വന്നു. എത്തിയ സമയത്ത് ആ കുട്ടയിലുള്ളതായിരിക്കുന്ന വെള്ളം പൂർണ്ണമായും ചോർന്നു പോയിട്ടുണ്ട്. കൊച്ചുമകൻ ഉപ്പാപ്പയോട് പറഞ്ഞു, ഉപ്പാപ്പ, ഇതിൽ വെള്ളമൊന്നുമില്ല, എല്ലാം ചോർന്നു പോയി. ഉപ്പാപ്പ കൊച്ചുമകനോട് പറഞ്ഞു, നീ വീണ്ടും പോയി കോരിക്കൊണ്ടുവരൂ, പെട്ടെന്ന് കൊണ്ടുവന്നാൽ നിനക്ക് വെള്ളം എത്തിക്കാൻ കഴിയും. ആ കൊച്ചുമകൻ വീണ്ടും ഓടിയിട്ട് ആ കുട്ട പുഴയിലേക്ക് താത്തിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ഉപ്പാപ്പയുടെ അരികിലേക്ക് ആ കുട്ടയിലെ വെള്ളവുമായി ഓടി വരികയാണ്. പക്ഷേ ഫലം ആദ്യത്തേതുപോലെ തന്നെയാണ്. ഉപ്പാപ്പയുടെ അടുത്തെത്തിയപ്പോൾ ആ കുട്ടയിലുള്ള വെള്ളം പൂർണ്ണമായും തീർന്നു പോയിട്ടുണ്ട്, ഒലിച്ചു പോയിട്ടുണ്ട്. ഉപ്പാപ്പയോട് കൊച്ചുമകൻ പറഞ്ഞു, ഉപ്പാപ്പ, ഇതിലുള്ള വെള്ളവും തീർന്നു പോയല്ലോ എന്ന്. വീണ്ടും ഉപ്പാപ്പ പറഞ്ഞു, മകനെ, നീ ഒന്നുകൂടെ ശ്രമിക്കൂ. ആ കൊച്ചുമകൻ വീണ്ടും ഓടിയിട്ട് 2ാമത്തേതിനേക്കാൾ ശക്തിയിൽ ആ പുഴയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഉപ്പാപ്പയുടെ അരികിലേക്ക് ഓടി വരികയാണ്. പക്ഷേ ഫലം ആദ്യത്തേതുപോലെ തന്നെയായിരുന്നു. അതിലൊരു തുള്ളി വെള്ളവും ബാക്കിയായില്ല. അപ്പോൾ ആ ഉപ്പാപ്പയോട് ഈ കൊച്ചുമകൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പാപ്പ, എന്നെക്കൊണ്ട് ഇതിൽ വെള്ളം കൊണ്ടുവരാൻ സാധിക്കില്ല, ഇതിലെല്ലാം ചോർന്നു പോവുകയാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ട കൊച്ചുമകനോട് ഉപ്പാപ്പ വിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, കുഞ്ഞുമോനെ, ഈ കുട്ട ഞാൻ നിനക്ക് തരുന്ന സമയത്ത് ഇതിൻ്റെ ഉൾവശം മുഴുവനും ഈ കൽക്കരിയുടെ കരി നിറഞ്ഞ് കറുത്തു പുരണ്ടതായിരുന്നു. ഇനി ആദ്യത്തെ പ്രാവശ്യം പുഴയിൽ പോയി വെള്ളം കൊണ്ടുവന്ന സമയത്ത്
അതിൽ നിന്ന് കുറച്ച് കരി ഇളകിപ്പോയി. രണ്ടാം തവണയും കൊണ്ടുവന്നപ്പോൾ കുറച്ചുകൂടെ കരി ഇളകിപ്പോയി. മൂന്നാം തവണ നീ കൊണ്ടുവന്നപ്പോൾ അതിൽ ഏകദേശം എല്ലാ കരികളും അതിൽ നിന്ന് ഇളകിപ്പോയി. ഇതുപോലെയാണ് വിശുദ്ധ ഖുർആൻ നീ ഓതുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഇത് നിത്യവും നീ പാരായണം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം തെളിഞ്ഞു വരും. കൂടുതൽ ഖുർആൻ ഓതാനും ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാനും നിനക്ക് സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ നാം കാണേണ്ടത്. നിത്യവും അവരെ ഖുർആൻ ഓദിക്കുകയും നാമും നിത്യവും ഖുർആൻ ഓതുകയും ചെയ്താൽ നമ്മുടെ ഹൃദയം തെളിയും, മനസ്സ് തെളിയും, മനസ്സ് നന്നാവും. കൂടുതൽ കൂടുതൽ ഖുർആൻ ഓതാൻ നമുക്ക് പ്രചോദനമാവും. ആ ഖുർആനിലുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.